അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, നമ്മുടെ നാടുകളിൽ വെള്ളിയാഴ്ചകളിൽ പള്ളികളിൽ നടത്തി വരുന്ന ഖുതുബ, സമസ്ത മത നടത്തുന്ന ഖുതുബ അറബിയിലാണ്. എന്നാൽ മുജാഹിദുകളുടെ പള്ളിയിൽ നടത്തുന്ന ഖുതുബ മലയാളത്തിലും ആണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന ഖുതുബ ജനങ്ങൾക്ക് ഉപകാരപ്രദവും മനസ്സിലാകുന്ന രീതിയിലും ആയിരുന്നു എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഉപദേശങ്ങളുടെ ഭാഗമാണ് മുജാഹിദുകൾ അവരുടെ പള്ളികളിൽ ഖുതുബ മലയാളത്തിൽ പറയുമ്പോൾ ഉപദേശത്തിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ് അവരോട് മലയാളത്തിൽ പറയുന്നത്. റുക്നുകളായ ഭാഗങ്ങൾ മുഴുവനും അറബിയിൽ തന്നെയാണ് പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് മലയാളത്തിൽ അവർക്ക് ഉപദേശങ്ങളുടെ ഭാഗം പറയുന്നു? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഖുതുബ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണോ ആ ഉദ്ദേശം ഖുതുബയിൽ നിന്ന് നമുക്ക് സംജാതമാകണമെങ്കിൽ, നമുക്ക് ലഭ്യമാകണമെങ്കിൽ, അത് നമുക്ക് താഴെ ഇരിക്കുന്ന നമ്മുടെ പള്ളിയിൽ ഇത് കേൾക്കാനിരിക്കുന്ന മഅ്മൂമുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ആ ഖുതുബ നിർവഹിച്ചെങ്കിൽ മാത്രമേ, ഉപദേശങ്ങളുടെ ഭാഗം നിർവഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അത് ഉപകാരപ്രദമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബയിൽ നിന്ന് ആ സദസ്സിലിരുന്ന സ്വഹാബത്തിന് എന്തായിരുന്നോ ലഭിച്ചത് അത് നൽകുന്നതിന് വേണ്ടി, ആ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ് മുജാഹിദുകൾ മലയാളത്തിൽ ഖുതുബ നടത്തുന്നത്. എന്നാൽ സമസ്ത പള്ളിയിൽ അറബിയിൽ ഖുതുബ നടത്തുന്നു. അത് ആർക്കും ഒരു ഉപകാരവും ചെയ്യുന്നില്ല, ആർക്കും ഒന്നും മനസ്സിലാകുന്നും ഇല്ല. എന്ന് വെച്ചാൽ ഖുതുബ എന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഉപദേശം. ആ ഉപദേശം ജനങ്ങൾക്ക് നൽകുകയും അത് ജനങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ്. എന്നാൽ റമദാൻ മാസത്തിലെ നോമ്പ് പ്രഭാതം മുതൽ പ്രദോഷം വരെ നാം പട്ടിണി കിടക്കുന്നു. അങ്ങനെ വെള്ളം, ആഹാരം എല്ലാം ഒഴിവാക്കി നാം നോൽക്കുന്ന നോമ്പ് മഗ്രിബിൻ്റെ സമയമായി കഴിഞ്ഞാൽ ആ നോമ്പ് പൂർത്തിയായി. എന്നാൽ ആ നോമ്പിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട ആത്മസംസ്കരണം, ആ ജീവിത വിശുദ്ധി അത് സാധ്യമാകുന്നില്ലെങ്കിൽ ആ നോമ്പ് നാം അനുഷ്ഠിച്ചതിൽ കാര്യമുണ്ടോ എന്നതുപോലെ തന്നെയാണ് ഖുതുബ. നാം അറബിയിൽ തന്നെ പറയുമ്പോൾ അതിൻ്റെ ഭാഷ ഉപദേശത്തിൻ്റെ ഭാഗമാകുമ്പോൾ അത് ജനങ്ങൾക്ക് നൽകുന്ന ഉപദേശം അവർക്ക് മനസ്സിലാകാതെ നാം ഒരുപാട് ഉപദേശങ്ങൾ നൽകിയത് കൊണ്ട് എന്ത് ലഭിക്കാനാണ്? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബയിൽ നിന്ന് എന്തായിരുന്നോ ജനങ്ങൾക്ക് ലഭിച്ചത് അത് ലഭിക്കുന്നതിന് വേണ്ടിയാണ് മുജാഹിദുകൾ ഈ കാലമത്രയും മലയാളത്തിൽ ഖുതുബ നടത്തുന്നതിൻ്റെ സാരം. അസ്സലാമു അലൈക്കും.